ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകയാൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയുടെ അടുക്കലേക്കും കർത്താവ് എഴുന്നള്ളി വരുന്ന ദൈവമാണ്. ഇസ്രായേൽ പൗരോഹിത്വത്തോട് നമുക്ക് ബന്ധമില്ല. വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും പരദേശികളുമാണ്. എങ്കിലും കർത്താവ് നമ്മെ ഓർത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം നമുക്കൊരു വീണ്ടെടുപ്പ് നൽകിയ കർത്താവ് നമ്മുടെ കഷ്ടതകളിൽ നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണമെന്നും ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നമ്മുടെ അടുക്കൽ വരും എന്നും വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അവിടെ കർത്താവ് അടുത്തു വരിക മാത്രമല്ല, ഭയപ്പെടേണ്ട എന്നരുളി ചെയ്യുന്ന ദൈവം. ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ ഏത് വിഷയത്തിലാണ് ദൈവ പൈതലെ നീ ഭയപ്പെടുന്നത്? ഏത് വിഷയത്തിലാണ് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ ഭയപ്പെടുന്ന വിഷയത്തിന്മേൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. 58-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവെ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. നോക്കുക, ഭയപ്പെടത്തക്ക നിലകളിലുള്ള പ്രതിസന്ധികളിൽ നിന്നും വ്യവഹാരം നടത്തി നമ്മെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ ദൈവം. അതുമാത്രമല്ല, 59-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവേ, ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു, എൻ്റെ വ്യവഹാരം തീർത്തു തരണമേ. നോക്കുക, നമ്മൾ അന്യായം അനുഭവിക്കുകയാണെങ്കിൽ, ന്യായമല്ലാത്ത നിലകളിൽ വേദനപ്പെടേണ്ടി വരികയാണെങ്കിലും അവിടെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി വ്യവഹാരം നടത്തി നമ്മെ രക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തെ കർത്താവിനോട് അടുത്ത് ചെല്ലുക. സാഹചര്യങ്ങളെ നോക്കാതെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളുടെ അടുക്കൽ എഴുന്നള്ളി വരികയും കർത്താവ് നിങ്ങളെ സഹായിക്കുകയും മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിയും. ഭയപ്പെടേണ്ട എന്ന ശബ്ദം. ജീവിതത്തിൽ യാതൊന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട. നമുക്ക് ദൈവമുഖം നോക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്നരുളി ചെയ്ത നല്ല കർത്താവ്, ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഏതോ വിഷയത്തിൽ ആശങ്കയോടെ ഭാരത്തോടെ അവരായിരിക്കുന്നു. കർത്താവെ, തിരുമുഖം നോക്കി അവർ നിലവിളിക്കുമ്പോൾ, തിരുമുഖം നോക്കി അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ വ്യവഹാരം നടത്തി രക്ഷിക്കുന്ന കർത്താവ് അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ മക്കളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കത്തക്ക നിലകളിൽ അതേ കർത്താവെ, ഭയങ്ങൾ ജനത്തെ വിട്ടു മാറുവാൻ ദൈവം കൃപ ചെയ്യും. ഭയപ്പെടേണ്ട എന്നരുളി ചെയ്യുന്ന യേശുവിൻ്റെ കരം വ്യക്തികളെ തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവെ കേൾക്കണമേ. ആമേൻ, ആമേൻ.